എൻ്റെ പേര് അശോകൻ എന്നാണ്. ഞാൻ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എൻ്റെ താമസം. എനിക്ക് 67 വയസ്സായി. ഞാൻ വിവിധങ്ങളായ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 36 വർഷമായിട്ട് ഇൻഷുറൻസ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേർന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാൻ 2017 ഏജൻസി എടുക്കുന്നത്, അഡ്വൈസർ ആവുന്നത്. ഞാൻ അഡ്വൈസർ ആവാനുള്ള ഒരു കാരണം, എൻ്റെ മകൾക്ക് ഒരു സീരിയസ് ആയിട്ടൊരു പ്രോബ്ലം വന്നു. അതിൻ്റെ സർജറി കഴിഞ്ഞു. അന്ന് 12 ലക്ഷം രൂപയോളം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. അന്ന് എൻ്റെ അടുത്ത് എടുക്കുന്ന പേഷ്യൻസിനെല്ലാം അവർക്ക് പൈസ കൊടുക്കാതെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം വാങ്ങിച്ചിട്ട് പോകുന്ന കാഴ്ച ഞാൻ കണ്ടു, എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ ഒരു പോളിസി എടുക്കണം എന്നെനിക്ക് തോന്നി. അപ്പോൾ പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. അന്നത്തെ അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു, അശോകൻ പോളിസി എടുത്താൽ പോലെ ഏജൻസി എടുക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഏജൻസി എടുത്തു, അങ്ങനെ വർക്ക് ചെയ്തു വരുന്നു. കഴിഞ്ഞപ്പോൾ 8 കൊല്ലത്തിലധികമായി. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡാണ്. ഒന്നാമത് എനിക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സാറ്റിസ്ഫൈഡാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ പോളിസിയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്? സാധാരണ പോളിസി ക്യാൻവാസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പരിചയമുള്ള സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയി അവരോട് കാര്യങ്ങൾ പറയും. അവരോട് ഇൻഷുറൻസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയും. അതിനേക്കാൾ ഉപരി എനിക്ക് ശരിക്ക് നന്നായിട്ട് പോളിസി ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ സർവീസിൽ കൂടെയാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോളിസി ഹോൾഡേഴ്സ് ആരായാലും എനി ടൈം, എൻ്റെ രണ്ട് മൊബൈലും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യില്ല. എനി ടൈം എന്നെ വിളിച്ചാൽ, സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു രോഗിനെ കൊണ്ട് പെട്ടെന്നൊരു പനി വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, പെട്ടെന്നൊരു ആക്സിഡൻ്റലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡോ ഡോക്യുമെൻറ്റ്സോ കയ്യിൽ കരുതില്ല. അവരവിടെ ചെന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്നെ വിളിക്കും, ഞാൻ അപ്പം തന്നെ അവർക്ക് ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അത് മറ്റേ നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് അത് കിട്ടിയ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാം. പക്ഷേ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലാത്തടത്ത് പോകുമ്പോൾ ആ ക്ലെയിം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് അറിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. അവരുടെ മറ്റേ ബന്ധുക്കളായിട്ട് സംസാരിക്കും, രോഗിയായിട്ട് സംസാരിക്കും, കാര്യങ്ങൾക്ക് സംസാരിച്ചിട്ട് ഇനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എനിക്കറിയണ ഹോസ്പിറ്റൽ അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ ഇൻവോൾവായിട്ട് ചെയ്യുമ്പോൾ അവിടെ അവരുടെ സുഹൃത്തുക്കളുണ്ടാവാം, ബന്ധുക്കളുണ്ടാവാം, ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും ഒരാൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ നമ്മളോട് മതിപ്പ് കൂടും. ഒരു ഇൻഷുറൻസ് അഡ്വൈസർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നു. തീർച്ചയായിട്ടും അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോന്ന 2 കോളെങ്കിലും എനിക്ക് വരും. നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർ ഹെൽത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതിൽ കൂടെയാണ് ഞാൻ അതിലൊരു ക്ലബ് മെമ്പർഷിപ്പ് നേടിയെടുത്തു. അതായത് പ്രസിഡൻറ്റ് ക്ലബ് മെമ്പറാണിപ്പോൾ. ആ പ്രസിഡൻറ്റ് ക്ലബ് മെമ്പർ ആയതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ നവംബർ 14, 15, 16, 17 തീയതികളിൽ ഞാൻ തായ്ലൻഡിലേക്ക് പോവാണ്. തായ്ലൻഡിൽ വെച്ചിട്ടാണ് പ്രസിഡൻറ്റ് ക്ലബിൻ്റെ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമാണ് ഞാൻ തായ്ലൻഡിൽ ഒരു ഫോറിൻ ട്രിപ്പ് ഉല്ലാസത്തിന് വേണ്ടി പോകുന്നത്. ആദ്യമാണ് ഞാൻ ദുബായിലവിടേക്ക് പോയിട്ടുണ്ട്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഒരു ഉല്ലാസ ട്രിപ്പ് പോകുന്നത് സ്റ്റാർ ഹെൽത്ത് വഴിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സോണിൽ ഫസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആഡംബര കപ്പലിൽ പോകാൻ അതിനുള്ളൊരു ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം അനുസരിച്ച് പോകാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ പൈസ എനിക്ക് ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് തരുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും അച്ചീവ്മെൻ്റ് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇന്നും രാവിലെ ഞാൻ 8 മണിക്ക് ഇറങ്ങിയിട്ട് 3 ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് ഒരു കാര്യം ഉറപ്പാണ്, 5 ആളെ കണ്ടാൽ അതിൽ ഒരാളെങ്കിലും പോളിസി ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് നമുക്കിപ്പോൾ BNPL എന്ന് പറഞ്ഞൊരു സംവിധാനം തുടങ്ങിയത് വളരെയധികം സഹായകരമാണ്. ആൾക്കാർക്ക് EMI ആയിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൂടിയാലും അവർ EMI ആയിട്ട് ചേർത്താൻ അവർ തയ്യാറാണ്. ഇപ്പോൾ ഈ മാസം എൻ്റെ 4 ലക്ഷം കവർ ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു 6 ലക്ഷം രൂപയിലും ചെയ്യുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ സാമ്പത്തിക നേട്ടങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നമ്മുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം സ്റ്റാർ ഹെൽത്താണ്. അപ്പോൾ സ്റ്റാർ ഹെൽത്തിനോട് ഞാൻ നന്ദിപൂർവ്വം സ്റ്റാർ ഹെൽത്തിനെ സ്മരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന സ്ഥാപനത്തിനോട്. താങ്ക് യു.